സുരേഷ് ഗോപി എന്ന നടന്റെ 88 എന്നൊരു വർഷം കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോണത് 89 എന്നൊരു വർഷം. കുറച്ചും കൂടി സുരേഷ് ഗോപിക്ക് ഒരു താരമൂല്യമൊക്കെ കിട്ടി തുടങ്ങിയ ഒരു വർഷമാണ്. ആ വർഷത്തെ സുരേഷ് ഗോപിയുടെ സിനിമകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. Upgrade your vibe, yeah. Aura Cleaning Thrissur. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായ ഒരു വടക്കൻ വീരഗാഥ. ഇതില് ചന്തുവായിട്ട് നമുക്കറിയാം മമ്മൂട്ടിയാണ്, ഇതിൽ ആരോമൽ ചേകവർ കഥാപാത്രമായിട്ടാണ് സുരേഷ് ഗോപി ചെയ്തത്. നല്ല ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സുരേഷ് ഗോപിയുടെ. ആ ഒരു സിനിമയിലെ സുരേഷ് ഗോപിയുടെ കുട്ടിക്കാലം ചെയ്തത് ഇന്ന് അറിയപ്പെടുന്നതല്ല, അദ്ദേഹം കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. ഡോക്ടർ റോഷൻ, പിന്നീട് സർഗത്തിൽ കുട്ടൻ തമ്പുരാന്റെ കുട്ടിക്കാലം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഡോക്ടറായ ശേഷം വലുതായ ശേഷം നമ്മുടെ മയൂകം സിനിമയിൽ വന്നു. എനിക്കൊന്ന് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ അദ്ദേഹം ആ ഒരു വേഷം ചെയ്തിട്ടുള്ളൂ. എന്തായാലും സുരേഷ് ഗോപിക്ക് കിട്ടിയ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയും വേഷം തന്നെയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ. അടുത്തത് നായർ സാബ്, നമ്മുടെ ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിന്റെ സിനിമ. ന്യൂഡൽഹി കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു കോംബോ. കാരണം ന്യൂഡൽഹിയിൽ സുരേഷ് ഗോപി ഉണ്ട്, നല്ലൊരു വേഷമാണ്. അതിനുശേഷം ഇവരുടെ ഒരു കോംബോ വേറെയും സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ നായർ സാബ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 87 ന്യൂഡൽഹി കഴിഞ്ഞ് ഒരു 89 നായർ സാബ്. ശരിക്കും നായർ സാബ് 87 ഷൂട്ട് തുടങ്ങിയ ഒരു സിനിമയാണ്. ന്യൂഡൽഹി സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും അന്ന് കാശ്മീരിൽ ഷൂട്ടിലാണ്. പക്ഷെ സിനിമ ഇറങ്ങിയത് 89 ആണ്. നല്ലൊരു റോളാണ് അതിൽ. മമ്മൂട്ടിയാണ് നായകൻ, സുരേഷ് ഗോപിയും മുകേഷും, ഇവർ രണ്ടുപേരുടെയും കുറച്ച് സീൻസ് ഒക്കെ എനിക്ക് എന്റെ മനസ്സിൽ പെട്ടെന്നോട്ട് വരുന്ന ആ സീൻസ് ഒക്കെ ആണെങ്കിൽ ഇവരൊരു ജീപ്പിൽ പോണതും അവര് ലിസിയും അതുപോലെ തന്നെ ഉർവശി ഞാൻ മറന്നു വരായിരുന്നു, ഇവർ രണ്ടുപേരും കയറുന്നതും ഇവര് മലയാളികളാണെന്ന് അറിയാതെ ഇവരിരുന്ന് കമന്റ് അടിക്കുന്നതൊക്കെ അതൊക്കെ പെട്ടെന്ന് എന്റെ മനസ്സിലുണ്ട്. നല്ലൊരു സോഫ്റ്റ് ക്യാരക്ടറാണ്. ഈ ഒരു സിനിമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് 87 സുരേഷ് ഗോപിക്ക് ആ റോള് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അന്ന് ഇവരുടെ അതേ ടീമിന്റെ തന്നെ അടുത്തൊരു സിനിമ കിട്ടുക, അതിൽ സുരേഷ് ഗോപിനെ വിളിക്കുക എന്ന് പറയുന്നത്, മുകേഷ് സുരേഷ് ഗോപിയെക്കാട്ടും സീനിയറാണ് ശരിക്കും സിനിമയിൽ. എന്തായാലും നല്ലൊരു സിനിമ, ഹിറ്റ് സിനിമ. ഓരോ ഓണത്തിന് 89 ഓണത്തിനാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നത്. ഹിറ്റായി, സുരേഷ് ഗോപിക്ക് നല്ലൊരു റോള് തന്നെ കിട്ടി. അടുത്തത് വിജയ് തമ്പി രഞ്ജിത്ത് കൂട്ടുകെട്ടിന്റെ സിനിമയാണ്. കുറെ സിനിമകളുണ്ട് വിജയ് തമ്പി രഞ്ജിത്തിന്റെ. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് നഗരത്തിൽ ചെന്ന് രാപ്പാർക്കാം. അടിപൊളി സിനിമയാണ്. അതില് ശ്രീനിവാസനും ജയറാമും നമുക്കറിയാം. അതില് എന്റെ മനസ്സിൽ പെട്ടെന്ന് ആ ഒരു സിനിമ എന്ന് പറയുമ്പോൾ വരുന്നത്, ഇവര് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി ജയറാം ഒരു പാറ്റേനെ ഇതിലോട്ട് ഇടുന്നതും ശ്രീനിവാസൻ വന്നിട്ട് പറയണത് ഇത് നമ്മൾ റൂട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാറ്റയല്ലേ എന്ന് പറയുന്ന ആ ഒരു ശ്രീനിവാസന്റെ നിഷ്കളങ്കമായിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര രസമുള്ള സിനിമയാണ്. അതില് തിലകന്റെ ക്യാരക്ടർ, തിലകന്റെ അതിൽ ആ ഒരു ചില സീൻസും ചില സ്റ്റിൽസൊക്കെയാണ് ഇപ്പോഴും പല ട്രോളായിട്ടൊക്കെ വരുന്നത്. ഇതിൽ സുരേഷ് ഗോപി ഉണ്ട്. സുരേഷ് ഗോപി അതിലൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഇപ്പൊ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ക്രിസ്റ്റഫർ എന്നുള്ള ക്യാരക്ടർ, ഒരു താടിയൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു സീരിയസ് ക്യാരക്ടർ. കുറെ പേരുണ്ട് അതില്. വിജയരാഘവനും സിദ്ദിഖും ജഗതി ശ്രീകുമാർ എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അത് ആ ഒരു 89 ആ ഒരു ഓണം സമയത്താണ് തിയേറ്ററിൽ ഇറങ്ങുന്നത്. ഓണത്തിന് മുമ്പ്. കാരണം റാംജി റാവു നഗരത്തിൽ ചെന്ന് രാപ്പാർക്കം, ഈ രണ്ട് സിനിമ ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്, ഒരേ സമയത്താണ് ഇറങ്ങുന്നത്. എന്നിട്ട് രണ്ട് സിനിമയുടെയും പോസ്റ്റേഴ്സ് അന്ന് ഒരുപോലെ അന്ന് വന്നിട്ട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ സിദ്ദിഖ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കാരണം റാംജി റാവുവും ഇതേപോലെ തന്നെ ഇവര് മറ്റേ കറുത്ത ഡ്രസ്സും ഒരു ഇതൊക്കെ കണ്ണൊക്കെ കിട്ടിയിട്ടുള്ള ഇവരുടെ 3 പേരുടെ പോസ്റ്റർ. ഇപ്പുറത്തും അതേപോലെ തന്നെ ഒരു കിഡ്നാപ്പിംഗ് സാധനങ്ങളാണല്ലോ, അതിലും ഇത് ഒരു 3 പേരുണ്ട്. അപ്പൊ പക്ഷെ ആളുകൾ ആദ്യം കയറിയത് ഈ പടത്തിനായിരുന്നു. പക്ഷെ ലോങ് റൺ കിട്ടിയത് റാംജി റാവു സ്പീക്കിങ്ങിനായിരുന്നു. എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. സുരേഷ് ഗോപിക്ക് മോശമല്ലാത്ത ഒരു ക്യാരക്ടർ കിട്ടി. അടുത്ത സിനിമ വർണ്ണം. ഇതിൽ ജയറാമാണ് അതിലെ നായകൻ. അതിൽ സുരേഷ് ഗോപി ഒരു നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അത് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ല. പക്ഷെ നമുക്ക് ആ ഒരു ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു സീരിയസ് ഒരു ഇത് പിടിക്കുന്ന ഒരു ക്യാരക്ടറാണ് സുരേഷ് ഗോപിയുടെ. സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. എനിക്ക് ആ സിനിമ വർണ്ണം അന്ന് ഹിറ്റായ ഒരു സിനിമ തന്നെയാണ്. വർണ്ണവും കിരീടവും ഒരേ സമയത്തായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ തിലകൻ അന്ന് കിരീടം സിനിമ വരാതെ പാലക്കാട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വർണ്ണത്തിന് ഓൾറെഡി ഡേറ്റ് കൊടുത്തതുകൊണ്ട് വർണ്ണം ചാണക്യനും 2 സിനിമ ഉണ്ടായാലും വർണ്ണം തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് തിലകന് വേണ്ടിയാണ് ഇവര് കിരീടത്തിന്റെ ഷൂട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചത്. എന്തായാലും അത് എനിക്ക് പെട്ടെന്ന് അതിൽ ഓർമ്മ വരുന്ന സീൻ ജഗതി ശ്രീകുമാറിന്റെ സീനാണ്. ആ ഒരു സിനിമയിലാണ് ജഗതി ശ്രീകുമാറും അതിൽ മാമുക്കോയ ഏട്ടനുണ്ട്. ഇന്നസെന്റിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് മാമുക്കോയ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴിച്ചിടാൻ വേണ്ടി ഇന്നസെന്റിനെ വിളിക്കുന്ന, ഇന്നസെന്റ് മാമുക്കോയുടെ സൈക്കിളിന്റെ പുറകിൽ ഇരുത്തുന്നതൊക്കെ, ഇങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതേപോലെ NL ബാലകൃഷ്ണൻ ഇതില് ജഗതി ശ്രീകുമാറിനെ അന്വേഷിച്ചിട്ട് അതിൽ വെങ്കടി എന്തോന്ന് ജഗതിയുടെ ക്യാരക്ടറിന്റെ പേര്. വെങ്കടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജഗതി ശ്രീകുമാർ ഓടുന്നതും പുറകിൽ വരുന്നതും കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങനത്തെ ചില ജഗതി ശ്രീകുമാറിന്റെ സീൻസ് ആണ് എനിക്ക് പെട്ടെന്ന്
വർണ്ണം എന്ന സിനിമ പറയുമ്പോൾ ഓർമ്മ വരണത്. അതില് പക്ഷെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ട്രാജഡി പോലെയാണ് പോകുന്നത്. ജയറാം അതിൽ സുരേഷ് ഗോപി ഒന്ന് കൊല്ലുന്നു. അതായത് ഒരു തെറ്റിദ്ധാരണ മൂലമാണ് സുരേഷ് ഗോപിനെ ജയറാം കൊല്ലാൻ നടക്കുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതിൽ സുരേഷ് ഗോപിക്ക് ഒരു നെഗറ്റീവ് ടച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോള് കിട്ടിയ ഒരു സിനിമയാണ്. ഒരു ഹിറ്റ് സിനിമ തന്നെയാണ് വർണ്ണം. അടുത്തത് സുരേഷ് ഗോപിയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ന്യൂ ഇയർ. ന്യൂ ഇയർ സിനിമയിൽ സുരേഷ് ഗോപിയുടെ ആന്റി ഹീറോ എന്ന് പറയാം. സുരേഷ് ഗോപി ഉണ്ട്, ജയറാം ഉണ്ട്, സുകുമാരനുണ്ട്. വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ച് വിജി തമ്പി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനിമയിൽ ഊട്ടിയിലാണ് അതിന്റെ ഷൂട്ട്. സന്തോഷ് ശിവനാണ് അതിന്റെ ക്യാമറാമാൻ. സന്തോഷ് ശിവന്റെ ഒക്കെ ഒരു തുടക്കകാലമാണ്. അപ്പൊ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി സന്തോഷ് ശിവൻ, ഇവർക്ക് വളരെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടി സന്തോഷ് ശിവൻ വലിയ യൂണിറ്റും കാര്യങ്ങളൊന്നും വേണ്ട, സന്തോഷ് ശിവന്റേതായ രീതിയിൽ അദ്ദേഹം കുറച്ച് മിനിമം എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് മാത്രമാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ടെന്ന് കിട്ടിയിരുന്നു. പ്രൊഡ്യൂസർ ഹാപ്പി ആയിരുന്നു എന്നൊക്കെ വിജി തമ്പി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇതുപോലെ സുരേഷ് ഗോപി ഒരു ഇമോഷൻ സീൻ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ട സമയത്ത് സുകുമാരൻ എന്തോ ഒരു തമാശ രൂപേണ ഇയാളാരാണ് ശിവാജി ഗണേശനാണോ എന്നൊക്കെ പറഞ്ഞ് എന്തോ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് ഭയങ്കര ഫീലായി. സുരേഷ് ഗോപി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് നടൻ കുഞ്ചനാണ് അത് വന്ന് സോൾവ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ ആ ഒരു തുടക്കകാലത്ത് ഒരു ഹീറോ ആണോ വില്ലനാണോ എന്ന് പറയാൻ പറ്റില്ല. അത്തരത്തിലൊരു ഒരു ഹീറോ എന്ന രീതിയിൽ ചെയ്തിട്ടുള്ള സിൽക്ക് സ്മിതയുണ്ട്. അതിൽ കലു ഡെന്നീസ് ആണ് ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ്. എനിക്കിവിടെ ഏതൊരു ഇംഗ്ലീഷ് സിനിമയുടെയോ ഒരു നോവലിനെയോ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ബേസിലുള്ള ഒരു കഥ തന്നെയാണത്. എന്തായാലും അതും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ബഡ്ജറ്റ് കുറച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയാണ് ന്യൂ ഇയർ. അടുത്ത സിനിമ IV ശശിയുടെ സിനിമയാണ് അക്ഷരത്തെറ്റ്. ഈ ഒരു സിനിമയാണ് സുരേഷ് ഗോപിയുടെ ആദ്യത്തെ സോളോ ഹിറ്റ് ആയിട്ട് പറയുന്നത്. കാരണം അതിനു മുമ്പുള്ള സുരേഷ് ഗോപി ചെയ്ത സിനിമകളിലൊക്കെ വേറെ ഹീറോസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് റോള്, സപ്പോർട്ടിംഗ് റോള്, വില്ലൻ എങ്ങനെയൊക്കെയാണ്. സുരേഷ് ഗോപി നായകനായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു സോളോ ഹിറ്റ് ആണെന്നാണ് പറഞ്ഞത് അക്ഷരത്തെറ്റ്. അതിൽ ഉർവശിയാണ് നായികയായിട്ടുള്ളത്. അപ്പോൾ ഈ ആ ഒരു സിനിമയെ കുറിച്ചാണ് ഈ അടുത്ത് പറഞ്ഞ IV ശശി ആദ്യം മറ്റൊരു നായകനെയാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പിന്നീടാണ് അത് സുരേഷ് ഗോപിയിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു ശ്രീകുമാരൻ തമ്പിയാണ് അത് പറഞ്ഞത്. ഈ അടുത്ത് സുരേഷ് ഗോപിനെ കുറിച്ച് എന്തോ ഒരു പരാമർശം പറഞ്ഞപ്പോഴാണ് പറഞ്ഞു തോന്നുന്നത്. അതിൽ അക്ഷരത്തെറ്റിൽ ആദ്യം അന്നത്തെ ഒരു യുവ നടനെയാണ് ഉദ്ദേശിച്ചത്. ആരാണ് ആ യുവ നടൻ എന്ന് എനിക്കിപ്പം ചിലപ്പോൾ റഹ്മാനാവാം, അല്ലെങ്കിൽ ജയറാം ആവാം. ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു യുവ നടനെ ഉദ്ദേശിച്ചു. പക്ഷെ അത് പിന്നീട് സുരേഷ് ഗോപിയിലേക്ക് തന്നെ എത്തി. ഞാൻ ആ സിനിമ കുറെ മുമ്പ് കണ്ടിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഇൻസ്പിറേഷൻ ആണ് ആ ഒരു സിനിമ. ഇംഗ്ലീഷ് സിനിമയുടെ കഥയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും അതൊരു ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. സുരേഷ് ഗോപിയുടെ ഒരു നായകൻ എന്ന രീതിയിൽ സുരേഷ് ഗോപിനെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് അക്ഷരത്തെറ്റ്. അടുത്ത സിനിമ ലെനിൻ രാജേന്ദ്ര സിനിമ വചനം. അതിൽ ജയറാമും സുരേഷ് ഗോപിയും സിത്താരൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. ഞാൻ ആ വചനം സിനിമ എപ്പോഴോ പണ്ടൊരിക്കൽ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുക സിനിമ കാണണം എന്നുള്ളത്. ഞാൻ വിട്ടുപോകുന്നത് കാരണം എനിക്ക് ആ പാട്ട്, എനിക്ക് വചനം എന്ന് പറയുമ്പോൾ പെട്ടെന്നല്ല നീൾമിഴി പീരിയിൽ എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. അതൊരു ഗംഭീര പാട്ടാണ്. പലർക്കും എനിക്ക് തോന്നുന്നു ആ പാട്ട് ഏത് സിനിമയിലാന്ന് പലർക്കും അറിയില്ല. എനിക്കും കുറെ കാലം ആ പാട്ട് ഏത് സിനിമയിലാണ്, ചെറുപ്പത്തിലൊക്കെ കുറെ കേൾക്കുന്നതാണ് ആ പാട്ട്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലായത് ലെനിൻ രാജേന്ദ്രന്റെ വചനം എന്ന ഒരു സിനിമയിലെ പാട്ടാണുള്ളത്. ആ സിനിമ ലെനിൻ രാജേന്ദ്രന്റെ ഒരു സിനിമ എന്ന രീതിയിൽ അങ്ങനെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിട്ടുള്ള സിനിമയല്ല. അതുകൊണ്ട് എനിക്ക് എന്റെ കഥയും മറ്റു കാര്യങ്ങളും അറിയില്ല. നിങ്ങൾ ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ജയറാമാണോ സുരേഷ് ഗോപിയാണോ ആരാണോ അതിലെ പ്രധാന നായകൻ എന്നുള്ളത് പറയണം. ഞാൻ ആ പാട്ട് മാത്രമേ അതില് ആ സിനിമയെ കുറിച്ച് കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അടുത്ത സിനിമ ദൗത്യം. അനിൽ ഡയറക്ട് ചെയ്ത, അതായത് ദൗത്യം അനിൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അടിവേരുകൾ എന്ന സിനിമ ഈ അനിൽ ആദ്യം 86 ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അടിവേരുകൾ സുരേഷ് ഗോപി ഒരു നെഗറ്റീവ് റോളാണ്. ഇതിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റോള് കിട്ടി. ഈ ഒരു സിനിമയെ കുറിച്ച് കേട്ടിട്ടുള്ളത്, ഈ സിനിമ കുറെ കാലം കഴിഞ്ഞ് തെലുങ്കിലൊക്കെ ഡബ് ചെയ്തിട്ട് സുരേഷ് ഗോപിയുടെ വലിയ തലയൊക്കെ വെച്ചിട്ടാണ് അന്ന് ഇറക്കിയിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. അതായത് സുരേഷ് ഗോപിക്ക് നമുക്കറിയാം ഏകലവ്യനും കമ്മീഷനൊക്കെ കഴിഞ്ഞപ്പോൾ തെലുങ്കിലും വലിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സുരേഷ് ഗോപിയുടെ പല പഴയ സിനിമകൾ ഡബ് ചെയ്തിട്ടൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സിനിമ തന്നെ ദൗത്യം കുഴപ്പമില്ലാതെ, ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ കുഴപ്പമില്ലാതെ ഓടിയ ഒരു നല്ലൊരു സിനിമ. അനിൽ എന്ന ഡയറക്ടറുടെ ഏറ്റവും ബെസ്റ്റ് ഒരു സിനിമ തന്നെ പറയാം ദൗത്യം. അടുത്ത സിനിമ വീണ്ടും വിജി തമ്പിയുടെ സിനിമയാണ്. രഞ്ജിത്ത് എഴുതിയ സിനിമ കാലാൾപ്പട. ഈ ഒരു സിനിമ ശരിക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് ഇറങ്ങിയത്. കാരണം കാലാൾപ്പട ആദ്യം തുടങ്ങി, അതിനുശേഷം ആ പടം നിന്നുപോയി. പിന്നീട് ചെയ്ത സിനിമയാണ് ന്യൂ ഇയർ കൂടിയും കഴിഞ്ഞിട്ടാണ് കാലാൾപ്പട വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ കാലാൾപ്പട സിനിമയില് ജയറാമും റഹ്മാനുമാണ് ശരിക്കും നായകന്മാര്. പിന്നെ സുരേഷ് ഗോപി അതിലൊരു നെഗറ്റീവ് റോളാണ്. സുരേഷ് ഗോപി രതീഷുമാണ് അതില് വില്ലന്മാരായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സിനിമയെ കുറിച്ച് വിജി തമ്പി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ക്ലൈമാക്സിൽ ഫൈറ്റില് ഈ നായകന്മാരായ ജയറാമും റഹ്മാനും സുരേഷ് ഗോപിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, റഹ്മാൻ എന്നെ ഇടിക്കരുത്, വേണമെങ്കിൽ ജയറാം ഇടിച്ചോട്ടെ. കാരണം അന്ന് റഹ്മാൻ കുറച്ച് മലയാളത്തിൽ ഡൗൺ ആയി, പക്ഷെ തമിഴിൽ റഹ്മാൻ അന്ന്
കത്തി നിൽക്കുകയാണ്. കത്തി നിൽക്കില്ല. എനിക്ക് തോന്നുന്നു റഹ്മാൻ 89 ഒരു ദീപാവലിക്ക് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, കെ ബാലചന്ദ്രന്റെ. ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് റഹ്മാൻ ഒരു തമിഴിൽ ഭയങ്കര ബ്രേക്ക് കിട്ടി. അതിന് മുമ്പ് തമിഴ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു 89 കാലാൾപ്പടയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഈ ഒരു ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സമയത്ത് റഹ്മാൻ മലയാളത്തിൽ ഒന്ന് ഡൗൺ ആയി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ടായിരിക്കാം. സുരേഷ് ഗോപി അന്ന് അപ്കമിങ് ആണ്, സുരേഷ് ഗോപി ഹീറോ ആണ്, എന്തോ സുരേഷ് ഗോപി പറഞ്ഞു റഹ്മാൻ എന്നെ ഇടിക്കണ്ട എന്ന് പറഞ്ഞ് ജയറാമൻ സുരേഷ് ഗോപിനെ ഇടിക്കുന്ന സീനായിട്ടും അപ്പുറത്ത് മറ്റ് ചില ഗുണ്ടകളെ റഹ്മാൻ ഇടിക്കുന്നതൊക്കെ ആയിട്ടാണ് അതിൽ ഷോട്ടൊക്കെ എടുത്തിട്ടുള്ളത്. എന്തായാലും കാലാൾപ്പട നല്ലൊരു സിനിമയാണ്, അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ. പക്ഷെ അത് കുറച്ച് വൈകി ഇറങ്ങിയതുകൊണ്ട് എന്തൊക്കെയായാലും ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ വിചാരിച്ച പോലെ ആയിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില സീൻസ് ഒക്കെ എന്റെ കാണാറുണ്ട്. ഇപ്പൊ കാലാൾപ്പടയായാലും അതുപോലെ തന്നെ വിജിതമ്പിയുടെ മറുപുറം, ന്യൂ ഇയർ, ഇതൊക്കെ അന്ന് പല മലയാള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിംഗ് സ്റ്റൈലും അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും കാലാൾപ്പട സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയണം. അടുത്ത സിനിമ ഹിറ്റ് മേക്കർ, ശശികുമാറിന്റെ സിനിമയാണ്, നാഗപഞ്ചമി. വലിയ സ്റ്റാർ കാസ്റ്റ് ആണ്. അതിൽ ശോഭന, സുരേഷ് ഗോപി, സായ് കുമാർ, എനിക്ക് തോന്നുന്നു റാംജി റാവ് സ്പീക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സായ് കുമാർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ അന്ന് ഫ്ലോപ്പ് ആയി പോയി. അത് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, എനിക്കൊന്നും യൂട്യൂബിലൊന്നും ഇല്ല. അപ്പൊ ആരോ ഈ അടുത്ത് ഞാൻ വേറെ എന്തൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, പണ്ട് ശശികുമാർ അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്തിട്ടുള്ള പിക്നിക് എന്ന സിനിമ, പ്രൈം മിനിസ്റ്ററിന്റെ പിക്നിക്കിന്റെ ഒരു റീമേക്ക് പോലെയാണ് ആ ഒരു സിനിമ ചെയ്തിട്ടുള്ളതെന്നൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അത് തിയേറ്ററിക്കലി എനിക്ക് തോന്നുന്നു 89 ക്രിസ്മസിന് എന്തോണം സിനിമ റിലീസായത്. പക്ഷെ തിയേറ്ററിക്കൽ ആ സിനിമ അതൊന്ന് ഫ്ലോപ്പ് തന്നെയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ആ ഒരു സിനിമ ഒന്ന് തിയേറ്ററിൽ കണ്ടോയോ അല്ലാതെ കാസറ്റ് ഒക്കെ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇന്ന് ആ സിനിമ ഇപ്പൊ എവിടെ കാണാൻ അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത്, നിങ്ങൾ അതും കൂടി നമുക്ക് കമന്റ് ചെയ്യണം. അടുത്തത് ഒരു വലിയൊരു ഹിറ്റ് കോംബോന്റെ തുടക്കമാണ്, ഷാജി കൈലാസ് സുരേഷ് ഗോപി ടീമിന്റെ തുടക്കം, ദി ന്യൂസ്. ഈ ഒരു സിനിമ അന്ന് ഹിറ്റായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു. ഷാജി കൈലാസ് ഒരു തുടക്കം മോശമാക്കിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഷാജി കൈലാസിന് സിനിമകളുണ്ട്, ഡോക്ടർ പശുപതിയും സൗഹൃദവും അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തെങ്കിൽ പോലും തലസ്ഥാനത്തിലൂടെയാണ് പിന്നീട് ഷാജി കൈലാസ് ഒരു ടോപ്പ് ഡയറക്ടറായി മാറുന്നത്. പക്ഷെ എങ്കിലും തുടക്കം എന്ന രീതിയിൽ മോശമാക്കാതെ ചെയ്ത ഒരു സിനിമ തന്നെയാണ് ന്യൂസ്. അതില് ജഗദീഷാണ് അതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ആ സിനിമ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ഒക്കെ കഥയാണ്. ഞാൻ ഇപ്പൊ കണ്ടിട്ട് കുറേ ആയി. പക്ഷെ ഒരു ഓർമ്മയുണ്ട് എനിക്ക്, കുറച്ച് ചെറുപ്പക്കാർ ഒരുമിച്ച് താമസിക്കുന്നു, ചെറിയൊരു ഒരു മർഡറോ മിസ്സിങ്ങോ, അതിലും ബൈജു മഹേഷ് ഇവരെല്ലാവരും ആണ് അതില്. എന്നിട്ട് അത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ സുരേഷ് ഗോപി അന്വേഷിക്കുന്നതും അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്തായാലും നല്ലൊരു സിനിമ. സുരേഷ് ഗോപിക്ക് ഒരു നായകൻ എന്ന രീതിയിൽ ആ വർഷം കിട്ടിയ മറ്റൊരു ഹിറ്റ് തന്നെയായിരുന്നു ന്യൂസ്. അടുത്തൊരു സിനിമ, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, വാടക കൊണ്ട എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഒരു പോസ്റ്റർ ഇപ്പൊ ഞാൻ നോക്കിയപ്പോ കണ്ടു. അത് ഡയറക്ടർ ഗാന്ധിക്കുട്ടൻ, അദ്ദേഹമാണ് അതിന്റെ ഡയറക്ടർ. അതിൽ സുരേഷ് ഗോപിയും ക്യാപ്റ്റൻ രാജുവിനും ഒക്കെ ആ ഒരു പോസ്റ്ററിൽ കാണാനുണ്ട്. ജഗതി ശ്രീകുമാർ ഉണ്ട്, അതുപോലെ തന്നെ പറവൂർ ഭരതൻ, ഇത്ര പേരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഈ സിനിമ കുറെ മുമ്പ് എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് ഇറങ്ങിയതായിരിക്കാം. അല്ലെങ്കിൽ ഒരു നായകതുല്യം ആയിട്ടുള്ള കുറച്ച് മെയിൻ സ്ട്രീം സിനിമകൾ ചെയ്തു തുടങ്ങിയ ശേഷം സുരേഷ് ഗോപി ഇത്തരം സിനിമകളൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയണം. പിന്നെ മറ്റൊരു സിനിമ ജാഗ്രതയാണ്. നമുക്കറിയാം CBI ഡയറി കുറിപ്പില് ഹാരി എന്ന ക്യാരക്ടറായിട്ട് ഉണ്ട്. ഇതിൽ മുകേഷാണ്, മുകേഷും ജഗതി ശ്രീകുമാറാണ് ജാഗ്രതയിൽ ത്രോട്ടുള്ളത്. പക്ഷെ ഹാരി അതിൽ ഒരു സീനിലെന്തോ ഒരു സീനിലെന്തോ വന്നു പോകുന്നുള്ളൂ സുരേഷ് ഗോപി. പിന്നെ ഹാരി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ എപ്പോഴും നമുക്ക് ഓർമ്മയിലുണ്ട്. ഇപ്പോഴും എനിക്കൊണ്ട് പല ട്രോളുകളൊക്കെ വരാറുണ്ട്. ഹാരി അയ്യർ രണ്ടുപേരെ വെച്ചിട്ടുള്ള പല കാർട്ടൂണുകളൊക്കെ പലപ്പോഴും വരാറുണ്ട്. സുരേഷ് ഗോപിയുടെ ഇന്ന് തുടക്കാലത്ത് കിട്ടിയ നല്ലൊരു ഒരു ക്യാരക്ടർ തന്നെയാണ് ഹാരി. ഇത്രയ്ക്കാണ് സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട സിനിമകൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നും ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോഴൊക്കെ എനിക്ക് കിട്ടിയത്. പിന്നെ ഒരു 2 സിനിമ കൂടി കാണുന്നുണ്ട്. അതൊന്ന് ആ 2 സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു, ജഗതി ശ്രീകുമാർ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതില് എനിക്ക് സിനിമയുടെ കറക്റ്റ് കഥയും കാര്യങ്ങളും ഓർമ്മയില്ല. അതിൽ സുരേഷ് ഗോപി അതിലൊരു വേഷം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഒന്ന് മിസ് പമീല എന്നൊരു സിനിമ, അതെനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു മസാല സിനിമകളുടെ കാറ്റഗറിയിൽപ്പെട്ട ഒരു സിനിമയാണ്. അതൊക്കെ സുരേഷ് ഗോപിയുടെ തുടക്കാലത്ത് ചെയ്ത് കുറച്ച് വൈകി റിലീസായതായിരിക്കാം. എന്നാൽ ആ ഒരു 2 സിനിമയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും സിനിമകളാണ് സുരേഷ് ഗോപി ആ ഒരു വർഷം ചെയ്തിട്ടുള്ളത്. ഇതിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു ഗുണം കിട്ടിയൊരു വർഷമാണ്. കാരണം ആദ്യം ഒരു ഹീറോ ആയിട്ട് ഒരു സോളോ ഹിറ്റ് കിട്ടി, അക്ഷരത്തെറ്റ്, അതുപോലെ തന്നെ ന്യൂസ്. ഈ 2 സിനിമയും ഒരു സോളോ ഹീറോ എന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് കമേഴ്ഷ്യൽ ഹിറ്റുകൾ കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ. നിങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ പല സിനിമകളെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.